കൊണ്ടിനാ അപ്പച്ചണ്ടി ഇപ്പച്ചണ്ടി കോയ നല്ല കട്ടൻ ചായയും കജു പിന്നെ മിൽക്ക് റസ്ക്. ഇവന്മാരെ കൂടെ ഒരു കൊച്ചുണി ഉണ്ടല്ലോ, അപ്പൊ ഞാൻ സ്ലോ മോല് നടക്കുവോ? അങ്ങനെ 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 എന്ത് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അനദർ വ്ലോഗ്. ഇറ്റ്സ് മീ സെലി ഫ്രം സെലി വ്ലോഗ്. എല്ലാവർക്കും സെലി വ്ലോഗിൻ്റെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാവൽ വ്ലോഗാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഒരു സ്ഥലം വരെ പോകുന്ന ഒരു വ്ലോഗാണ്. അപ്പോൾ സ്ഥലം ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ തന്നെയുള്ള പൊസടി ഗുംപ എന്നൊരു സ്ഥലമാണ്. അപ്പോൾ വളരെ എന്താ പറയുക, പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്തേക്കാണ് പോകുന്നുള്ളത്. അവിടെ പോയിട്ടറിയണം എന്താണ് അവിടുത്തെ ഒരു ഫീല്. ഒരു അറിവ് വെച്ചിട്ടാണ് പോകുന്നുള്ളത്. ഭയങ്കര രാവിലെ പോയാൽ നല്ല ഫോഗ്, നല്ല സ്നോ എല്ലാം ഉണ്ട്, അങ്ങനത്തെ ഒരു വ്യൂ ഉണ്ട് എന്ന് കാണാൻ അറിഞ്ഞോടാണ് അങ്ങനെ അങ്ങോട്ട് പോകുന്നുള്ളത്. അപ്പോൾ ഏതായാലും പോകുന്ന വഴിക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കാണിച്ചു തരാം. ഏതായാലും ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും തീർച്ചയായും ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റൂട്ട് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നേരെ സീതാങ്കോളിൽ നിന്ന് നേരെ കട്ടത്തടുക്ക്, ദെൻ അങ്കടിമുഖർ, അതിനുള്ളിൽ ബായാർ റോഡ്, പൊസടി ഗുംപ. നല്ലൊരു സ്ഥലമാണ്, ഇതിനും ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആൾക്കാരും എത്തി. ഇതിലൂടെയാണ് ആ ഷോർട്ട് കട്ട് ഉള്ളതെന്ന് പറഞ്ഞത്. അപ്പോൾ ഷോർട്ട് കട്ട് ഹായ് ഇല്ലല്ല, ഷോർട്ട് കട്ട് ഇല്ലല്ല. ആ ഓക്കെ 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 ഓക്കെ. അപ്പൊ എന്തോ പ്രശ്നമുണ്ട് ഇവിടെ അല്ലേ? എന്ത് കഥ അയ്യോ കൊണ്ടിനാ വണ്ടി നീക്കുന്ന ഒരു വക ആ സെറ്റ് യാ. എല്ലാം റെഡി ആയിട്ട് വന്നിന്. നമ്മളാട്ട് മുമ്പേ വന്നിന് ഇവരൊക്കെ. നമ്മളാട്ടി പിന്നെ മറന്നു പോയി. ഇതിന്റെ മുകളിലേക്ക് ഒന്ന് കേറണം ഗൈസ്. എന്റെ പൊന്നോ, എത്ര 23 കിലോമീറ്റർ. 23 കിലോമീറ്റർ. എത്തിയല്ലേ? പെട്രോൾ തീർന്നിട്ട് ബാക്കിയതല്ലേ? പിന്നെ ഓ ശരി. അപ്പൊ നമ്മൾ ഇവിടെ പെർമുദൊക്കെ എത്തി. അപ്പൊ ഇനി ഇതിന്റെ മോൾക്ക് കയറണം. ഇവിടെ 23 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് നമ്മളെ നാട്ടിൽ നിന്ന്. അപ്പോൾ ഗൈസ് ഇതെല്ലാം നമ്മൾ എത്തിയത് ലേറ്റായി പോയി. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരുണ്ട്, നമ്മളായിട്ട് മുമ്പ് വന്ന കുറേ ആൾക്കാരുണ്ട്. ഇവിടുന്ന് പോകുന്നൊരു വിഷ്വൽസ് ഒക്കെ കാണിച്ചു തരാം. ഇതിന്റെ മുകളിലെത്തിയാൽ എങ്ങനെയായിരിക്കും സ്ഥിതി എന്ന് അറിയില്ല, എന്തായാലും പോയി നോക്കണം. ഏതായാലും സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ചുകൊണ്ട് വരുന്നതാണ്. അപ്പോൾ അതിന് മുമ്പ് അവിടെ എത്തണം. ഓക്കെ, പാർലജി ബിസ്ക്കറ്റ് അല്ലോ, പിന്നെ റസ്ക് എന്നിന്റെ ചായ അച്ഛന്റെ കയ്യിൽ ചായ. പിന്നെ ചർട്ടി എന്തിന്? ചിരട്ട ക്യാമ്പ് ഫയർ, പട്ടാപ്പകല്
രണ്ട് വാക്കിതാ ഇത് നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു പൈസ വെച്ചിട്ടാണ് ഞങ്ങൾ റാണി പോയത്. വെറും 5 എന്ത് വയലായിട്ടായത് അപ്പൊ ഗ്രൂപ്പിൽ എടുക്കണം. അപ്പൊ ഇവരൊക്കെ പിക്കിന്റെ ബാക്കിൽ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ വ്ളോഗ് ആക്കാനാണ് വന്നത് ഇവിടത്തേക്ക്. കാസർഗോഡ് ഇതും കുറെ സ്ഥലമുണ്ട്. കാസർഗോഡ് ജില്ലയിൽ തന്നെ ഇതിനെക്കാട്ടി നല്ല കുറെ സ്ഥലങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഇവിടെ വിട്ടിട്ടാണ് നമ്മള് വേറെ ജില്ലക്ക് പോകുന്നുള്ളത്. അപ്പോ ബാക്കിയുള്ള ജില്ലക്കാരോട് പറയാനുള്ളത് കാസർഗോഡ് മോശമൊന്നല്ല, ഇങ്ങനത്തെ പ്രകൃതി രമണീയമായ കുറെ സ്ഥലങ്ങളുണ്ട്, നല്ല മഴയൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ എൻജോയ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ കുറച്ച് അവരൊക്കെ കൂടിയിട്ട് സുന്ദരി പെണ്ണല്ലേ ഭയങ്കര ഫോഗാണ് ഇവിടെ, ഒന്നും പറയാൻ പറ്റുന്നില്ല. കാസർഗോഡ് ഭാഷയിലെല്ലാം ഉണ്ട്. എങ്ങനെ ചളിക്കുന്ന നല്ല ഫോഗ് വരുന്നുണ്ടല്ലേ. സ്നോ ചായ ഉണ്ട്. ചായ കുടിക്കാം. കുറച്ച് ചായ കുടിക്കാം. ചെപ്പോ മുഞ്ചോ എന്ത് പ്ലാനിങ് എന്ത്? ബാബോ മുകളിലേക്ക് പോരാ, കേറാ. അപ്പൊ എല്ലാ ആൾക്കാരും മുകളിൽ കയറുന്നുണ്ട്. അപ്പൊ ഞാൻ കയറുന്നത് പായ കുറച്ച് പായ. ജാറുമല്ലേ എന്റെ പോന്നാ. ഇല്ല എത്തിട്ടാ 1 കിലോമീറ്ററാ. അപ്പോ അടുത്തേക്ക് പോകാനുണ്ട്. നെല്ലിയേട്ടല്ലേ എടുക്കാം അല്ലേ. അപ്പോ പുറത്തുള്ള ജില്ലക്കാർ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കാസർഗോഡ് വരാം. കാസർഗോഡ് വന്നിട്ട് സെർച്ച് ചെയ്യാം, ലൊക്കേഷൻ സെർച്ച് ചെയ്യാം പെർമുദയെന്ന്. ആ റൂട്ട് മാപ്പ് നോക്കി വന്നാലും ഇവിടെ എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നല്ലൊരു എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. കുറെ മോളിലായിട്ട് നടക്ക്. ഇതാണ് കന്നിപ്പായം. എന്ത് നാടൻ ഫുള്ള് തനി നാടനാണ്. നാടൻ ഞാവൽപ്പഴം നമ്മുടെ നാട്ടില് കന്നിപ്പായം എന്ന് പറയും. പിന്നെ കന്നിപ്പായം അപ്പൊ അങ്ങോട്ടല്ലോ ഏത് കയറുന്നുണ്ട്. ഇങ്ങനെ കയറിക്കോണ്ട് പറ്റുന്നില്ല. പോയി കുറേ ആയി ഇങ്ങനെ ഒന്ന് കയറാത്ത. പിന്നെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ പരമതി ഒരു ഹിൽ സ്റ്റേഷൻ, ഈ റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാറൻ ലവ് ഒക്കെ ഷൂട്ട് ചെയ്തൊരു സ്ഥലമാണ് വാറൻ ലവ്. പിന്നെ വാറൻ ലവ് വേറെ ഏതോ ഫിലിം ഷൂട്ട് ചെയ്തിട്ടേ എന്ത് ചെമ്പരത്തി പോവാ തൊണ്ടി മുതൽ അത് ആടെ തൊണ്ടി മുതൽ അപ്പുറം അങ്ങോട്ട് മണിയമ്പാറ. മധുര നമ്പരക്കാറ്റും പിന്നെ വാറൻ ലവ്, ഈ 2 സിനിമ ഷൂട്ട് ചെയ്തത് ഈ ഒരു സ്ഥലത്താണ്. അപ്പോൾ ഗൈസ് ഇതാണ് ഇവിടുത്തെ ടോപ്പ് വ്യൂ പോയിന്റ്. ശ്രദ്ധയ്ക്ക് ഇവിടെ മാലിന്യം നിക്ഷേപിക്കരുത്. അതായത് പ്ലാസ്റ്റിക് അതുപോലത്തെ കാര്യങ്ങളൊന്നും ഇവിടെ നിക്ഷേപിക്കരുത്. നമ്മൾ പ്രകൃതി, അതായത് എന്താ പറയല്ലേ, പ്രകൃതി രമണീയമായ ഒരു പ്രകൃതിയെ നമ്മൾ ഒരു കാരണവശാലും നശിപ്പിക്കരുത്. നമ്മുടെ തലമുറക്ക്, നമ്മുടെ ഇനി വരുന്ന തലമുറക്ക് ഇതൊരു ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫ്രീ പ്ലാസ്റ്റിക് ഏരിയ ആക്കി മാറ്റണം. ഓക്കെ, എന്താ പറയുന്നത് സാർ, എന്താ പറയുന്നത്? ഗ്രീൻ പ്രോട്ടോകോൾ. അപ്പോൾ അതിനോട് ഞാൻ യോജിക്കുന്നു, നമ്മളെല്ലാവരും യോജിക്കുന്നു. കൊച്ചുണി ഉണ്ടല്ലോ, അപ്പൊ ഞാൻ സ്ലോമോല് നടക്കും. അതൊന്നുമില്ല. ഓ ഇവന്മാരെ കൂടെ ഒരു കൊച്ചുണി ഉണ്ട്. നല്ല കട്ടൻ ചായയും
കജു പിന്നെ മിൽക്ക് റസ്ക്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഉണ്ട് നമ്മുടെ നാട്ടിലത്തെ. നമ്മുടെ ഏകദേശം കുറച്ച് വൈബെല്ലാം ആസ്വദിച്ച് ഒരു രക്ഷയില്ല ഗൈസ്. ഭയങ്കര ഫീൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫീൽ. ഇപ്പോൾ ഇങ്ങനെ വെളിച്ചൊക്കെ കൂടി വരുന്നുണ്ട്. അത് നമ്മൾ ഫസ്റ്റ് വന്ന സമയത്തില്ലേ നല്ല ഒരു എന്താ പറയുക കുറച്ച് ഇറിറ്റലായിട്ട് കുറച്ച് മങ്ങിയിട്ട് നല്ല ഫോഗൊക്കെ ഫുള്ള് മൂടിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ നാട്ടിലത്തെ പിള്ളേരാണ്. അപ്പോൾ എല്ലാ ആൾക്കാരും കാര്യമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. നൗഷാദ് ഭായ്, എന്താണ് ഈ പോസോഡി കമ്പലത്തെ എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സൂപ്പർ ജാഗയാണ് ഇവിടെ. ഇവിടെ ഒന്ന് വന്നിട്ട് കാണേണ്ട കാഴ്ച തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെന്താ പറയാ, സൂര്യോദയം അങ്ങനത്തെ ഒരു സംഭവമാണ് ഇവിടെ എല്ലാം. ഒബത്തിന്റെ സുലൈമാനി ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടും അല്ല? അതാണ് കട്ടൻ ചായ. അപ്പൊ ഗൈസ് കുറെ ആൾക്കാർ പിക്ക് എടുക്കുന്നുണ്ട്, കുറെ ആൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ട്, ടിക്ടോക്ക് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. കാവ് മാത്രം ഇവിടെ പോസ്റ്റ് ആയി തന്നിട്ടുണ്ട്. ജസ്റ്റ് ഫോർ ഫൺ. അപ്പോ ബ്രദറാണ് തൊപ്പി എടുക്കണ്ട പോയി. അത് കാണിക്കുന്നതാ തൊപ്പി നോക്കിയതാ. നോക്കി തൊപ്പിന്റെ പോലെ നോക്കിയതാ. ഇത്ര ദാരിദ്ര്യം നിങ്ങൾ വ്യൂസ് കൂട്ടി ഒരു തൊപ്പി വേങ്ങാനുള്ള കൈവാക്കി കൊടുക്കുള്ളൂ ചെക്കന്. നോക്കിതാ നോക്ക്. പൊളി വൈബാണ്, പൊളി വൈബ്. വേറെ ഒന്നും പറയാനൊന്നുമില്ല. സൈറ്റും അങ്ങനെ തന്നെയാണ്, അതുപോലത്തെ കൂടെ കിട്ടിയ ഇവരും അങ്ങനെ തന്നെയാണ്. ഒരു രക്ഷയില്ല, എല്ലാം നമ്മളെ പോലെ തന്നെയാണ്. എല്ലാം മൈൻഡ് ബ്ലോക്ക് ഒന്നും സംഭവമില്ല. നമ്മളെന്തായാലും ഇവിടുന്ന് പോകുന്നതാണ്, ഇവിടുന്ന് ലീവ് ചെയ്യുന്നതാണ്. നല്ല തണുപ്പൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇവിടുന്ന് ഗൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ് ആയിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ശേഷം ബെല്ലൈക്കണം കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെക്കാട്ടി നല്ലൊരു അടുത്ത കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ഇറ്റ്സ് ടൈം ടു സൈനിങ് ഓഫ്. സെലി ഫ്രം സെലി വ്ളോഗ്. താങ്ക് യു.